അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. എങ്കിൽ തന്നെ എല്ലാത്തിനും മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്ന സമ്പ്രദായം നിൽക്കും. പിന്നെ അതോടൊപ്പം നേരത്തെ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് അനുവദിച്ച മെഡിക്കൽ കോളേജുകൾ 2 നിർത്തലാക്കി. തിരുവനന്തപുരം, ഹരിപ്പാട്. അത് രണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിപ്പോഴൊരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. ധാരാളം പരിമിതികളുണ്ട്. അതിലേറ്റവും പ്രയാസം നേരിടുന്നത് വയനാടാണ്. വയനാട് UDF സർക്കാരിൻ്റെ കാലത്ത് 50 ഏക്കറോളം സ്ഥലം ശ്രീ MP വീരേന്ദ്രകുമാർ സൗജന്യമായി അന്ന് സർക്കാരിന് വിട്ടു നൽകി. അവിടെ ആശുപത്രിക്കുള്ള തറക്കല്ലിട്ടു. ശ്രീമാൻ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. അതേ സ്ഥലത്ത് ഭരണമാറ്റം ഉണ്ടായപ്പോൾ ശൈല ടീച്ചർ ഒരു തറക്കല്ലും കൂടി ഇട്ടു. അപ്പോഴേക്കും പ്രളയം വന്നു. അപ്പോൾ ഈ പ്രദേശം പ്രളയം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്തു. പിന്നീട് 2021 ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഇപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ അടുത്തുള്ള ഡെവലപ്പ് ചെയ്യേണ്ട പ്രദേശങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. ഏതാണ്ട് 20 ഏക്കറോളം സ്ഥലം ഫോറസ്റ്റ് വിട്ടു തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. അതിന് പകരം സ്ഥലം ഞങ്ങൾ കണ്ടെത്തി കൊടുക്കാം, ഫോറസ്റ്റ് കൈമാറാൻ എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും വീരേന്ദ്രകുമാർ വിട്ടുതന്ന 50 ഏക്കർ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ മാനന്തവാടിയിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ മറ്റ് പ്രാദേശിക പ്രശ്നം, ഒന്നാമത് സ്ഥലം സെലക്ട് ചെയ്തതിന് തികച്ച അശാസ്ത്രീയമായിട്ടാണ് സ്ഥലം സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് വേറെ സർക്കാർ ക്യാൻസൽ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന് ഫോറസ്റ്റ് കൂടെ സഹായിച്ചാൽ മാത്രമേ അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഉടൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ ഡോക്ടറെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള. നടപടി എടുക്കാൻ ചുമതലപ്പെടുത്തി. ഞാൻ പറയാം, പല ആശുപത്രികളുടെയും കെട്ടിടങ്ങളുണ്ട്. കിഫ്ബി ഉപയോഗിച്ച് കെട്ടിടം പണിതു. ഓരോടത്തും ഡോക്ടർമാരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാനല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഏതായാലും ഞങ്ങൾക്ക് ഓരോ കെട്ടിടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഡോക്ടർമാരെ ഓരോ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഡോക്ടർമാരും സ്റ്റാഫിനെ. അപ്പോൾ ആ കെട്ടിടം പ്രവർത്തിക്കാമല്ലോ. ആ കേസ് എനിക്കും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം. ഞങ്ങളിന്ന് ക്യാബിനറ്റിൽ ആ കാര്യം ആലോചിക്കട്ടെ. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ചെയ്യാം. തീർച്ചയായിട്ടും അല്ല, അത് നോക്കാം, അത് പരിശോധിക്കാം. അതിൻ്റെ പ്രൊവിഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിപ്പോൾ അന്ന് CM ആയിട്ട് ആലോചിക്കട്ടെ. ഞാനതുകൊണ്ടാണത് അതിനെക്കുറിച്ച് ഓപ്പൺ കമൻറ്റ് ചെയ്യാത്തത്. അതിൻ്റെ നിയമവശം കൂടെ നോക്കണം. ഏതായാലും അവർക്ക് അങ്ങനെ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വശം പരിശോധിച്ച് കൊടുക്കാം. അതായത് അന്ന് ആരാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തത്, അവരാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് പറയാനുള്ള കൂടെ കേട്ടതിന് ശേഷം ഏതായാലും നടപടി സ്വീകരിക്കുന്ന കാര്യം ഉറപ്പാണ്. ഈ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. എന്തായാലും നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് കാഴ്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി. പിന്നൊരു വെള്ളപൂശൽ റിപ്പോർട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുത്തതല്ല യാഥാർത്ഥ്യമാണ്. അതായത് ഇഞ്ചക്ഷൻ എടുത്തത് 2023 ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ മറ്റു വല്ല സ്ഥലത്തും പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെയാണ് ഇതിന് സംശയം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്നില്ല. അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആരാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു.
എല്ലാ റിപ്പോർട്ടുകളും കിട്ടിയ ഉടനെ അങ്ങനെ അത് അംഗീകരിക്കില്ല. ഈ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ആ റിപ്പോർട്ട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. പാരിപ്പള്ളി അതുണ്ട്, അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുന്നുണ്ട്. സ്ഥലം MP കൂടിയായിട്ടുള്ള പ്രേമേന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ മാത്രമല്ല അസംബ്ലിൻ്റെ ഇടയിലൊന്ന് അവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുമുണ്ട്. അത് ഡോക്യുമെന്റ്സ് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ഇതുവരെ കൊടുത്തിരുന്നില്ല, കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിൽ ഗവൺമെന്റിന് തുറന്ന സമീപനമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഏത് സ്ഥലമാണ് അനുയോജ്യമായിട്ട് പറയുന്നത് ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല. ഇപ്പോൾ വേറെ സജഷൻ ചിലർ പറഞ്ഞു, ഞാൻ അതിൻ്റെ വശങ്ങൾ ആലോചിച്ചിട്ടില്ല. ഈ പാലക്കാട് നമ്മൾ മറ്റേ റെയിൽവേക്ക് വേണ്ടി കുറേ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. അത് അവർ ആ റെയിൽവേയുടെ നിർദ്ദേശങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഇനി അവിടെ തുടങ്ങില്ല, അവിടെ തുടങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിനോട് അലർജിയില്ല. ബാലുശ്ശേരിയിൽ കുറേ ഗവൺമെൻറ് ലാൻഡ് അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ അതിന് തയ്യാറാണ്. അതല്ല പാലക്കാട് വേണമെങ്കിൽ അവിടെ, തിരുവനന്തപുരത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അതും തയ്യാറാണ്. പക്ഷേ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സ്ഥലം വേണമെന്ന് പറഞ്ഞു. കാസർഗോഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പരിശോധിച്ച്, ആരോഗ്യ മന്ത്രാലയം പരിശോധിച്ച് ഏത് സ്ഥലമാണ് അത് ഞങ്ങൾ വിട്ടുകൊടുക്കാം. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എയിംസ് വരണം കേരളത്തിൽ. ഞാൻ MP ആയിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ സബ്മിഷൻ ഉന്നയിക്കുക മാത്രമല്ല, എസ്റ്റിമേറ്റ് കമ്മിറ്റി വന്നപ്പോൾ ഈ കാര്യം അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്ന് ഗവൺമെൻറ് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത നിലപാട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത് അത് ആ സ്ഥലം ഞങ്ങൾ അക്വയർ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ചോദിച്ചാൽ തൃശ്ശൂരിങ്ങനെ ഒരു സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടുത്തെ MP പോലും തൃശ്ശൂരല്ല, വേറെ സ്ഥലം, അധികം ആലപ്പുഴയാണ്. ആലപ്പുഴയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. എല്ലാ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കും, പക്ഷെ മുൻവിധിയോ ഉണ്ടാവില്ല. ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറല്ല. അങ്ങനെ നേരം കളയാനുമില്ല. എല്ലാ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാം. ആ അത് കുറേ റിപ്പോർട്ടുകൾ തേടിയിട്ട് റിപ്പോർട്ടുകളൊന്നും വാങ്ങി വെച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ നിരന്തരം വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ പറഞ്ഞത്? വേസ്റ്റ് ബോക്സിന് എണ്ണം കൂട്ടുന്നതിനാ. അങ്ങനെ പിഴവില്ലാന്ന് എഴുതി തന്നാൽ അതേപടി വിശ്വസിക്കുന്ന ആളല്ല ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ആവശ്യപ്പെട്ടാൽ, ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യപ്പെട്ടാൽ, പരാതിക്കാർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന്മേൽ നടപടി സ്വീകരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. ഗേറ്റ് തുറന്നിട്ടാൽ രാത്രി ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അത് അടച്ചിട്ടതെന്ന് ചോദിച്ചതിന് ശേഷം വേണം ഒരു നിലപാടെടുക്കാൻ. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ കണ്ടത്, കോവിഡ് കാലത്തിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ 4 മുതൽ 6 വരെ ഫ്രീ ആയിട്ട് പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സിനെ കയറ്റിയിരുന്നു. അത് കയറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
പഴയതുപോലെ തന്നെ കോവിഡിന് മുമ്പുള്ള കാലം പോലെ തന്നെ വിസിറ്റേഴ്സിന് അവിടെ പ്രവേശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? 4 to 6. ആ പേരല്ല, നിങ്ങൾ ഉദ്ദേശിച്ച അതല്ല ഞാൻ എടുത്തിട്ടുള്ള ആൾ. രണ്ടും പേരൊന്നാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഹൈക്കോടതിയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. ഹൈക്കോടതിയുടെ പെർമിഷൻ കൂടാതെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ചേർന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്നാണ് ക്യാബിനറ്റിൽ വന്നിട്ട് നിർദ്ദേശം. അതിന് സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അതേ നയം തന്നെയാണ് UDF സർക്കാർ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ എല്ലായിടത്തും ഈ വരുന്ന എബോളയുടെ വിദേശത്ത് നിന്ന് വരുന്നവരെ നിരീക്ഷിക്കാൻ ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ നമുക്ക് കേരളത്തിൻ്റെ ഒരു എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവർ വരുമ്പോൾ ഇനി അത് കൊണ്ടുവരുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കുന്നുണ്ട്. അതിന് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ വിപുലമായിട്ട് ഇപ്പം ഞാൻ 4 ദിവസമായിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് ഈ മഴക്കാല ശുചീകരണമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയുള്ള വിഷയങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് ഉചിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതിലൊരു കാര്യം ഞാൻ പറയാം, അത് ഈ ശരിക്കുള്ള അതിൻ്റെ നോംസ് പാലിച്ചുകൊണ്ട് തന്നെ നടപടി ആയിട്ട് മുന്നോട്ട് ഒരിക്കലും അതിൽ വെള്ളം ചേർക്കില്ല. അതിൻ്റെ റൂൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട. കാരണം +2 പ്രസവം എടുക്കുമെന്ന് പറയുന്നതൊന്നും ശരിയല്ല, അതൊന്നും അനുവദിക്കില്ല.